നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇവിടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രതിപാദിക്കണേ. ഇന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ മറ്റെല്ലാ ഗ്രഹങ്ങളും മാറുമെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സമ്പത്തും ഐശ്വര്യവും പ്രകാശവും, അതായത് ഇരുട്ട് നിൽക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. ആ ഗുരുവിൻ്റെ മാറ്റമാണ്. ഗുരു സംപ്രീതനായാൽ ദൈവങ്ങൾക്ക് പോലും തരാൻ പറ്റാത്ത തരുമെന്നാണ്. ആ ഗുരു ഇപ്പോൾ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ വ്യാഴം ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ, രാശിയിലേക്ക് ഉച്ചരാശിയിൽ വരികയുള്ളൂ. 12 വർഷത്തിലൊരിക്കൽ മാത്രം. അതാ ജൂൺ മാസം 2-ാം തീയതി രാവിലെ വ്യാഴം 2026 ജൂൺ മാസം 2-ാം തീയതി രാവിലെ വ്യാഴം ഉച്ചത്തിലേക്ക് പ്രവേശിക്കും. 2027 ജൂൺ 25-ാം തീയതി വരെ വ്യാഴം ഉച്ചത്തിൽ നിൽക്കും. ഇതിനിടയ്ക്ക് വെച്ച് ചെറിയ വക്രഗതിയൊക്കെ സംഭവിക്കുമെങ്കിലും വക്രഗതി പൂർവ്വഗതി ഫലത്തെ കൊടുക്കും. ഇന്ന് ഓരോ രാശിക്കാർക്കും വ്യാഴത്തിൻ്റെ ഉച്ചരാശി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. മീനം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനം രാശി. മീനം രാശിക്കാർക്ക് വ്യാഴം 5-ലേക്ക് വരികയാണ്. 5 എന്ന് പറയുമ്പോൾ പ്രശസ്തി സ്ഥാനം. ഈ രാശിയിലുള്ളവർക്ക് പ്രശസ്തി വരാൻ പോകുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഐശ്വര്യം നിങ്ങളെ തേടി വരും, ഫേമസ് ആവും. സന്താന സംബന്ധമായി ഐശ്വര്യബലത്തെ കൊടുക്കും. മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഇടവരും. സന്താന സൗഖ്യം കണ്ട് സന്തോഷിക്കും. മക്കൾക്ക് ജോലി കിട്ടാതിരിക്കണമെങ്കിൽ ജോലി, വിവാഹം നടക്കാതിരിക്കണമെങ്കിൽ വിവാഹം, വിദേശത്ത് വല്ലതും പോകാൻ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്, പഠിത്തത്തിൽ നല്ല പുരോഗതി, നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് വേണ്ടി ശ്രമിച്ചാൽ അത് കിട്ടും. ഇതിനെല്ലാം കൊള്ളാവുന്ന സമയമാണ്. അതുമാത്രമല്ല, നമുക്ക് പ്രശസ്തിയെ കൊടുക്കും. ഇപ്പോൾ കലാകാരന്മാർ, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ, ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ പ്രശസ്തിയും ഐശ്വര്യവും പൈസയും അതുപോലെ ഉള്ള ഐശ്വര്യഫലങ്ങൾ വരും. ഇപ്പോൾ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും, അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് കിട്ടും. ബിസിനസ് നടത്തുന്നതാണെങ്കിൽ ബിസിനസ് നല്ല പുരോഗതിയിലേക്ക് പോവും. അത്രയ്ക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥ വരികയാണ്. 5 നിൽക്കുന്നതിൻ്റെ പേരിൽ ദേവാംശം കൂടുതൽ നിൽക്കുകയാണ്. വ്യാഴൻ്റെ ദൃഷ്ടി വരികയാണ്. ലക്ഷം ദോഷം ഗുരുകന്തി, വ്യാഴം ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഫലം കൂടും. അത് ഉച്ചത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്കിതാ നല്ല നല്ല ഫലങ്ങൾ വരാൻ പോകുന്നു. നമുക്ക് മാത്രമല്ല, കുടുംബത്തിനും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം, സമയത്തെ വിനിയോഗിക്കണം. നമുക്കൊരു സമയം പോലും കളയരുത്. നമ്മളെ തേടി സമയം നിൽക്കത്തില്ല, നമ്മൾ സമയത്തെ മാനിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തെന്നാൽ നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടണും കൂടി അമർത്തുക. അതിന് ഒപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുന്നതിനൊപ്പം തന്നെ ഈ ചാനൽ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. കാരണം എന്താണ്, നമുക്കിതാ നല്ലത് വരുന്നു, മറ്റുള്ളവർക്കും കൂടി അത് അറിഞ്ഞ് അവരും പ്രവർത്തിച്ച് അവർക്കും നല്ല നന്മയുണ്ടാവട്ടെ. അതിനു വേണ്ടി നന്മയായാലും തിന്മയായാലും അവരറിഞ്ഞാൽ, നമുക്ക് പോകുന്ന വഴി ബ്ലോക്കാണ് എന്ന് നമ്മൾ ഓടി കണ്ടുപിടിച്ചാൽ, നമ്മളൊരു ബോർഡൊന്നും അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒരാളിൻ്റെ കൂടെ ഇവിടെ റോഡ് ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ അവർ പോയി വിപത്തിപ്പെടില്ല, അല്ലെങ്കിൽ ആ ബ്ലോക്കിൽ പെടാതിരിക്കും. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയണേ. അപ്പോൾ എല്ലാ മീനരാശിക്കാർക്കും
നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.